ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ അക്ഷയ് കുമാറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം കാലം മാറുന്നതനുസരിച്ച് മൊത്തമായി മാറി എന്നുള്ളതാണ്. അക്ഷയ്, ഇത് സത്യമാണോ താങ്കൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ടീച്ചറിനെ പ്രേമിച്ചെന്നുള്ള കാര്യം? അതെ സാർ, സത്യമാണ്. എന്റെ അഭിപ്രായത്തിൽ ഇവിടെ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ആരും വ്യത്യസ്തരാവാൻ സാധ്യതയില്ല. നിങ്ങൾക്കും ആദ്യം പ്രേമം തോന്നിയത് ഒരു ടീച്ചറോടായിരിക്കും. പിന്നെ താങ്കൾ എങ്ങനെയുള്ള ബോയ് ഫ്രണ്ട് ആണെന്ന് വെച്ചാൽ താങ്കളുടെ ഹോംവർക്ക് അവരെ വെച്ച് എഴുതി. സോറി, അല്ല, താങ്കൾ എങ്ങനെയുള്ള ബോയ് ഫ്രണ്ട് ആണെന്ന് വെച്ചാൽ താങ്കളുടെ സ്കൂൾ ഹോംവർക്ക് അവരെ വെച്ച് എഴുതിയത്. ബോയ് ഫ്രണ്ടോ? ടീച്ചറെ കൊണ്ട് ചെയ്യിപ്പിക്കാനോ? ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. അപ്പോ കുറേയേറെ പെൺപിള്ളേരുണ്ടായിരുന്നു. അത് പിന്നെ അതായത് വേറെയും പെൺകുട്ടികളുണ്ടായിരുന്നു. അവരെ കൊണ്ട് ഞാൻ ഹോംവർക്ക് ചെയ്യിപ്പിച്ചു. പിന്നെ ടീച്ചറും എന്നോട് ഓക്കെ പറഞ്ഞില്ല. ടീച്ചറോട് ഒരു ദിവസം ഒരു ദിവസം എൻ്റെ അടുത്തിരുന്ന പയ്യനോട് ഞാൻ പറഞ്ഞു, ഐ ലവ് ദിസ് ടീച്ചർ, ഐ വാണ്ട് ടു മാരി ഹെർ എന്ന്. അന്ന് എനിക്കൊരു 7-8 വയസ്സ് കാണും സാർ. അതിന് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. ആദ്യ പ്രണയം ടീച്ചറോട് തോന്നുന്നത് സ്വാഭാവികമാണ് സാർ. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ആൻ ഇന്നസെന്റ് ലവ്. ഇന്നസെന്റ് ലവ് 7-8 വയസ്സിൽ തന്നെ സ്റ്റാർട്ടായോ? അതെ, തുടങ്ങി സാർ. സാർ, ഞാൻ ഉറപ്പിച്ച് പറയുന്നു സാർ, നിങ്ങൾക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും. ആ കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നു സാർ. ഒരുപക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ അതിലെന്തോ ഒരു കുഴപ്പമുണ്ട്. പിന്നെ ഫിലിം ഇൻഡസ്ട്രിയിൽ താങ്കൾ വന്നതിന് ശേഷം വളരെ ചർച്ചകളൊക്കെ തുടങ്ങി. അതെ, തീർച്ചയായിട്ടും. ഐ ആം ഓൾവേസ് ആൻ ഹോട്ട് ബ്ലഡഡ് മാൻ. വൈ നോട്ട്? ഇതും ജനങ്ങൾക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. തൂ ചീസ് പഠിക്കുകയും മസ്ത് മസ്തുകയും എന്നുള്ള രവീന ടാൻഡറിനോടൊപ്പം, പിന്നെ ശില്പ ഷെട്ടിയോടൊപ്പം അതെ ചുരാക്കി ദിൽമേര. അതെ. അതെങ്ങനെ കല്യാണത്തിന് ശേഷമാണോ മൊത്തത്തിൽ മാറിയത്? തെറ്റുപറ്റിപ്പോയി. ഇപ്പൊ നോക്കിയാൽ ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട്. ഐ ആം വെരി ഹാപ്പിലി മാരീഡ്. ആൻഡ് അങ്ങനെ എല്ലാവരിലും ഒരു മാറ്റം ഉണ്ടായേ മതിയാവൂ. ഫോർ ഗുഡ്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻ ടു മീ. എനിക്കും അത് തന്നെയാണ് സംഭവിച്ചത്. സോ മാറുക എന്നത് ഒരു അനിവാര്യതയാണ്. പിന്നെ ഒന്നുകൂടി പറയുകയാണെങ്കിൽ, ഇതിനു മുൻപ് താങ്കളുടെ ഹീറോയിൻസിനൊപ്പമാണ് താങ്കളുടെ റൊമാൻസ് കഥകളൊക്കെ വന്നത്. ഇപ്പോ ഹീറോയിൻസിനൊപ്പം വഴക്കുണ്ടാക്കുന്ന കഥകളാണ് വരുന്നത്. പ്രിയങ്ക ചോപ്രയോടൊപ്പം എന്തോ വഴക്കുണ്ടായെന്നാണ്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. നിങ്ങൾക്ക് ആരെയും വാർത്തയൊക്കെ നൽകിയത്? ഒരുപക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവരോടൊപ്പം ഒരു പടവും സൈൻ ചെയ്യാത്തത്? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു പടവും വന്നിട്ടില്ല. ഞാൻ അവരുടെ കൂടെ ഒരു 4-5 സിനിമകൾ ഒന്നിച്ച് ചെയ്തിട്ടുണ്ടാവും. വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഞാൻ അവരുടെ കൂടെ സിനിമ ചെയ്യില്ല എന്നൊന്നുമില്ല. ഞാൻ എല്ലാവരുടെ കൂടെയും സിനിമ ചെയ്തിട്ടുണ്ട്. റാണി മുഖർജി ഒഴികെ ബാക്കി എല്ലാവരുടെ കൂടെയും സിനിമ ചെയ്തിട്ടുണ്ട്. അല്ല, ആ പഴയ കാര്യങ്ങളൊക്കെ വിട്ടേ. അല്ല, ഞാൻ ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. ഒരുപക്ഷെ താങ്കൾക്ക് പ്രിയങ്ക ചോപ്രയോടൊപ്പം അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയാൽ തീർച്ചയായിട്ടും ചെയ്യും. അതിലെന്താ ഇത്ര പ്രശ്നം? ഇത് കേട്ടാൽ അവര് വളരെയധികം സന്തോഷപ്പെടും. അങ്ങനെയാണോ? പിന്നെ ഈ കാര്യവും ഞാൻ അറിഞ്ഞു, ഫറാ ഖാനോടൊപ്പം താങ്കൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്നുള്ളത്. ഫറാ ഖാന്റെ കൂടെയും എനിക്ക് ഈ പ്രോബ്ലങ്ങളൊന്നും തന്നെ ഇല്ല. ഷീസ് എ വെരി ഡിയർ ഫ്രണ്ട് ഓഫ് മൈൻ. ആൻഡ് അവരുടെ സഹോദരൻ സാജിദ് എൻ്റെ അടുത്തൊരു സുഹൃത്തു കൂടിയാണ്. സോ ഒരു പ്രോബ്ലവും ഇല്ല സർ. ഏക്താ കപൂറിന് താങ്കളോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിരുന്നു? എന്ത്? ഏക്താ കപൂർ എപ്പോഴാണ് ദേഷ്യപ്പെട്ടത്? ഇന്ന് നമുക്കൊരു കാര്യം ചെയ്യാം. ഏക്താ കപൂറിനെ ഒന്ന് വിളിച്ചു നോക്കാം. എന്താ? നമുക്ക് നോക്കാം ഇദ്ദേഹത്തിന് വാർത്ത നൽകുന്നയാളാണോ ശരി, അതല്ല ഞാൻ പറയുന്നതാണോ ശരിയെന്ന്. ഫറാ ഖാനെയും വിളിച്ചു നോക്കാം, പ്രിയങ്ക ചോപ്രയും വിളിച്ചു നോക്കാം. സാർ, നമുക്ക് ഫോൺ ചെയ്താലോ? ഈ ന്യൂസൊക്കെ മാഗസീനിൽ വന്ന അതിങ്ങ് തന്നെ സാർ. ഈ മാഗസീൻ ഞാൻ ചവറ്റുവട്ടിൽ എറിയട്ടെ? ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ. ഇതൊക്കെ വെറും വേസ്റ്റ് ആണ് സാർ. ഇവർ കാരണം എത്ര കുടുംബങ്ങളാണ് തകർന്നതെന്ന് അറിയാവോ? ഞാൻ പറഞ്ഞത് സത്യമാണ്. അവർക്ക് എപ്പോ വേണേലും എന്ത് വേണമെങ്കിലും എഴുതാം സാർ. അപ്പൊ ഈ മാഗസീനിന് കുടുംബജീവിതം തന്നെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് താങ്കൾക്ക് തോന്നിയോ? അതിനൊരു സാധ്യതയുമില്ല. എന്റെ വീട്ടിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് വേറൊരു തമാശ പുസ്തകം മാത്രമാണ്. പക്ഷേ ഇതെങ്ങനെ താങ്കൾ പക്ഷെ താങ്കളുടെ പേഴ്സണൽ ഹിസ്റ്ററി നോക്കുമ്പോൾ 100 എലികളെ കഴിച്ചിട്ട് പൂച്ച ഹജ്ജിന് പോയ കഥ പോലെയാണ് തോന്നുന്നത്. അങ്ങനെയെങ്കിലും ഹജ്ജിന് പോയല്ലോ. ഹജ്ജിന് പോയി. 100 എലിയെ തിന്നിട്ടാണെങ്കിലും ഹജ്ജിന് പോയല്ലോ സാർ. ഇതിലെന്താ ഇത്ര തെറ്റ്? മനുഷ്യന്റെ തെറ്റുകൾ പൊറുക്കാൻ വേണ്ടിയിട്ടല്ലേ ഹജ്ജിന് പോകുന്നത്. അതല്ല മുന്നേ തന്നെ പോവോ? സാരമല്ല, താങ്കൾ അംഗീകരിച്ചല്ലോ. ഇപ്പൊ ചോദ്യം ചോദിക്കണം സാർ. എനിക്ക് നിങ്ങളോട് ഇന്നൊരു ചോദ്യമുണ്ട് സാർ. ശരി, ചോദിക്കൂ. രജത് സാർ പെർമിഷൻ തരികയാണെങ്കിൽ അദ്ദേഹത്തെ ഇവിടെ ഇരുത്തിയിട്ട് എനിക്ക് ഒരു 3 ചോദ്യങ്ങൾ ചോദിച്ചാൽ കൊള്ളാമെന്നുണ്ട്. താങ്കൾ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് തന്നെ ചോദ്യം ചോദിക്കും. ഞാൻ ജീവിതത്തിൽ പലരുടെ ആഗ്രഹം എന്നോട് ചോദ്യം ചോദിക്കണം എന്നുള്ളതാണ്. സാർ ഞാൻ എഴുന്നേറ്റ് നിന്ന് ചോദിക്കട്ടെ?
താങ്കൾ ഇരുന്നുകൊണ്ട് തന്നെ ചോദിക്കാമല്ലോ. അപ്പോഴേ ഫീൽ വരൂ സർ. സാർ, കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് ടി വി കാണണമെന്നത് ഒരു വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ഒരുപാട് തവണ നിങ്ങളെ നിങ്ങളുടെ അയൽവാസി അവരുടെ വീട്ടിൽ ചെന്ന് ടി വി കാണാൻ അനുവദിച്ചില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് പറയും, ഡാഡി ഇതൊന്നും ശരിയായിട്ട് തോന്നില്ല എന്ന്. അപ്പോൾ ഡാഡി പറഞ്ഞു, നീ ടി വിയിൽ വരുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കണമെന്ന്. ഇത് സത്യമാണോ സാർ? താങ്കൾ പറഞ്ഞത് ശരിയാണ്. അതായത് ഞങ്ങളൊരു വീട്ടിൽ താമസിച്ചു. കോളനിയിൽ ഞങ്ങൾ ഏത് വീട്ടിലാണോ താമസിച്ചത് ആ വീട്ടിൽ ടി വി ഇല്ല, വെള്ളമില്ല, കറണ്ടില്ല. പിന്നെ ചില സമയങ്ങളിൽ നല്ല ആഹാരം പോലും ലഭിക്കില്ല. പക്ഷേ ടി വി കാണാൻ വേണ്ടി ഞങ്ങൾ അയലത്താണ് പോകുന്നത്. ജെയിൻ സാറിന്റെ വീട്ടിൽ, അവിടെയാണ് കാണുന്നത്. പിന്നെ അക്കാലത്ത് പകുതി സിനിമ സാറ്റർഡേ വരും, ബാക്കി പകുതി സൺഡേയിലാണ് വരുന്നത്. സോ പകുതി പടം സാറ്റർഡേ കണ്ടു, ബാക്കി ഭാഗം കാണാൻ ഞായറാഴ്ച ചെന്നപ്പോൾ അവർ ഡോർ ലോക്ക് ചെയ്തു. തീർച്ചയായും കരഞ്ഞുകൊണ്ടു വന്നപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, എന്താടാ സംഭവിച്ചതെന്ന്. ഞാൻ പറഞ്ഞു, ഷഹീദ് ഭഗത് സിംഗിന്റെ സിനിമയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്, അത് പകുതിയിൽ വെച്ച് കാണാൻ പറ്റിയില്ലെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മറ്റൊരാളുടെ വീട്ടിൽ മൂന്നാമത് മനുഷ്യനായിട്ട് ടി വി കാണാൻ പോകുന്നില്ലേ, നിനക്ക് കഴിവുണ്ടെങ്കിൽ ടി വിയിൽ മറ്റുള്ളവർ നിന്നെ കാണുന്നത് പോലെ ചെയ്യാൻ അദ്ദേഹം പറഞ്ഞു. താങ്കൾക്ക് കിട്ടിയ ഈ ന്യൂസ് കറക്റ്റ് തന്നെയാണ്. കൊള്ളാം, എനിക്ക് വാർത്ത തന്നാൾ സത്യസന്ധന. സർ, നിങ്ങൾക്ക് നേരെ ഈ ഒരു അലിഗേഷൻ നിലനിൽക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ സ്റ്റിംഗ് ഓപ്പറേഷൻ കാരണം ഞങ്ങളുടെ ബോളിവുഡ് മൊത്തം പേടിച്ച് നിൽക്കുകയാണ്. സർ, നിങ്ങൾ എന്തിനാണ് സർ ഞങ്ങളുടെ ബോളിവുഡുകാരെ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? ബോളിവുഡിലുള്ളവർ പേടിക്കുന്ന രീതിയിൽ ഒരു കാര്യം എന്താണ് ചെയ്യുന്നത്? ഞാൻ എൻ്റെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള സുഹൃത്തുക്കളോട് പറയാറുണ്ട്, ക്യാമറയില്ല, ഒന്നുമില്ല, സ്ട്രിംഗ് ഓപ്പറേഷനും ഇല്ല, പിന്നെ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ഓപ്പണായിട്ട് ജീവിക്കുന്നത് പോലെ. ഓക്കെ സർ. സർ, നിങ്ങൾക്കെതിരെ മറ്റൊരു ആരോപണം കൂടിയുണ്ട്. വിത്തൗട്ട് എ ലോ ഡിഗ്രി യു ഹാവ് ബിക്കം എ ലോയർ ഓഫ് ദി നാഷൻ. ഈ ചോദ്യത്തിന് ഞാൻ എന്തുത്തരം നൽകാനാണ്? ജനങ്ങളാണ് എന്നെ മാറ്റിയെടുത്തത്. സോ ലോ ഡിഗ്രി ഇല്ലാതെ തന്നെ സാർ ഇപ്പോൾ ഒരു വലിയ ലോയറായി മാറിയിരിക്കുകയാണ്. ആൻഡ് ലോയർ ഓഫ് ദ നാഷൻ. സർ, മറ്റൊരു ചോദ്യം, ഒരു അലിഗേഷൻ കൂടിയുണ്ട്. നിങ്ങൾ മറ്റുള്ളവരുടെ പാന്റ് അഴിപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ മാത്രം സ്യൂട്ട് ഇറ്റലിയിൽ നിന്ന് വരുത്തുന്നു. ജനങ്ങൾ എനിക്ക് നൽകിയ ഒരു ഉത്തരവാദിത്തമാണിത്. അതായത് ഒരാളുടെ ഷർട്ട് അഴിക്കണം, ഒരാളുടെ പാന്റ് അഴിക്കണം, മൊത്തം ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരണം. എന്നിട്ട് നിങ്ങൾ മാത്രം സ്യൂട്ട് ഇടണം. അതെ. പിന്നെ എനിക്ക് അറിയാവുന്നിടത്തോളം ഞാൻ ഇദ്ദേഹത്തിന്റെ എല്ലാ പ്രോഗ്രാമുകളും സ്ഥിരമായിട്ട് തന്നെ കാണാറുണ്ട്. പിന്നെ എല്ലാ പ്രോഗ്രാമുകളിലും ഇദ്ദേഹം പുതിയ ഡിഫറെന്റ് ഇറ്റാലിയൻ സ്യൂട്ടാണ് ധരിക്കാറ്. പിന്നെ ഇദ്ദേഹത്തിന്റെ എല്ലാ സ്യൂട്ടുകളും കാണാൻ വളരെ ഭംഗിയുള്ളതായിരിക്കും. സാർ, ഇതൊക്കെ എവിടെ തയ്ക്കുന്നതാണ് സാർ? സാർ, ഇതൊക്കെ ഇറ്റലിയിൽ നിന്നാണോ സാർ? ഇറ്റാലിയൻ സ്യൂട്ടാണ്. താങ്കൾ പറഞ്ഞത് സത്യമാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. എന്റെ ചോദ്യങ്ങളൊക്കെ അവസാനിച്ചു സാർ. ഇനി നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ താങ്കൾ ഇത് പറയൂ, ജോണി LLBയിൽ താങ്കൾ വക്കീലായിട്ട് അഭിനയിച്ചു. ഇങ്ങനെയാണോ വക്കാലത്തിന് ആർഗ്യൂ ചെയ്ത് എന്നോട് ആർഗ്യൂ ചെയ്തത്? അല്ല സാർ, ഇത് ഒരു ഫ്രണ്ട്ലി നൈസ്ലി, അതായത് ഇതൊരു അലിഗേഷൻ ഒന്നുമല്ല. ജനങ്ങളോട് ഈ ഒരു കാര്യം പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, അത്രയേ ഉള്ളൂ. നിങ്ങൾ ശരിക്കും വാട്ട് യു ആർ ഡൂയിങ് വിത്ത് ദ നാഷൻ ആൻഡ് യു കോൾ ദ പീപ്പിൾ ഹിയർ, അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെയായിരിക്കും. അതായത് ഇവിടെ ഇരിക്കുന്നവരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റും ആ ചോദ്യത്തിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന്. എന്തോ ഒരു പന്തികേട് അതിന്റെ പിന്നിലുണ്ട്. ആൻഡ് ഓഡിയൻസ് ആർ വെരി സ്മാർട്ട്. അവർക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദാറ്റ് ആക്ച്വലി ഗീവ്സ് എ വെരി ഗ്രേറ്റ് ഔട്ട്. അതായത് മനുഷ്യർക്ക് മനസ്സിലാവും ഇതിന്റെ പിന്നിലുള്ള കഥ എന്താണെന്ന്. വളരെ സന്തോഷം. പക്ഷേ ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. ആപ്കി അദാലത്ത് ഇത്രത്തോളം പ്രസിദ്ധമാകാൻ കാരണം ഇത് ഞാൻ കാരണമല്ല, ഇവിടെ വരുന്ന ഗസ്റ്റ് മുഖേനയാണ് ഇത് സംഭവിച്ചത്. ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകും. അതുപോലെ തന്നെ ഈ ജനങ്ങൾ ഇതിന് നൽകിയ സപ്പോർട്ടുമാണ് പ്രധാന കാരണം.